വിജേഷെ, സർവകലാശാലകൾ വീണ്ടും സമരകലുഷിതമാവുകയാണ്. വി സിമാർക്കെതിരെ SFI വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുന്നു. ഇപ്പോൾ ഗവർണർ ആർലേക്കർ നടത്തുന്ന, അതായത് മുൻ ഗവർണർക്ക് അതിനേക്കാൾ കുറച്ചുകൂടി കടുത്ത നിലപാടാണ് ആർലേക്കർക്കെന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? അത് എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുൻ ഗവർണർ പല രാഷ്ട്രീയ പാർട്ടികളുടെയും ആരിഫ് മുഹമ്മദ് ഖാൻ പല രാഷ്ട്രീയ പാർട്ടികളും കഴിഞ്ഞിട്ട് അവസാനമാണ് BJP അഭയം പ്രാപിച്ചത്. പക്ഷെ ഇദ്ദേഹം അങ്ങനെയല്ല. ഇദ്ദേഹം കറകളഞ്ഞ RSSകാരനാണ്. അദ്ദേഹത്തിന്റെ നിലപാട് സ്വാഭാവികമായിട്ടും സംഘപരിവാർ ചായവുള്ള നിലപാടുകളായിരിക്കും. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആരിഫ് മുഹമ്മദിനേക്കാൾ കുറച്ചുകൂടെ ഭീകരനാവാനാണ് സാധ്യത. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം VCമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഗവർണറും സർക്കാരും തമ്മിൽ തെറ്റാറുള്ളത്. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. തുടക്കം രാജ്ഭവനകത്ത് നമ്മുടെ ഭാരതാംബയുടെ ഫോട്ടോ വെച്ച്, കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ഫോട്ടോ വെച്ചു മന്ത്രിമാരെ ഒരു ഒഫീഷ്യൽ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യം കൃഷി വകുപ്പ് മന്ത്രി പ്രസാദ് ആ ചടങ്ങിൽ പങ്കെടുക്കില്ല, അതിൽ നിന്ന് മാറി നിൽക്കുന്നു. ഇങ്ങനെ ഒരു നീക്കമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ രണ്ടാമത് ശിവൻകുട്ടി അവിടെ ഒരു പ്രോഗ്രാമിന് പോകുന്നു. സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ ഒരു ഔദ്യോഗിക പ്രോഗ്രാമാണ്. അതിൽ പങ്കെടുക്കാൻ പോകുന്നു. അവിടെ ചെന്നതിന് ശേഷമാണ് ഇങ്ങനെ വേദിയിൽ ഇങ്ങനെ ഭാരതാംബയുടെ ഫോട്ടോ വെച്ചതും അതിൻ്റെ മുന്നിൽ വിളക്ക് തെളിയിച്ച് വെച്ചേക്കുന്ന കാണുന്നത്. ഇദ്ദേഹമാണ് ആ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ പ്രസിഡൻ്റായിട്ട് വരുന്നത്. ആ സംഘം അവരുടെ ഇതിൻ്റെ ഗവർണർ അതിൻ്റെ രക്ഷാധികാരിയായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇദ്ദേഹം എത്തുന്നതിന് മുമ്പേ തന്നെ അവിടെ പ്രോഗ്രാം തുടങ്ങിയിരുന്നു. അന്ന് ശിവൻകുട്ടി, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ശിവൻകുട്ടിക്ക് വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതുവരെ വെയിറ്റ് ചെയ്യാതെ ഓൾറെഡി പ്രോഗ്രാം തുടങ്ങി. ഇദ്ദേഹം വേദിയിലെത്തുമ്പോഴേക്ക് ഈ ഭാരതാംബയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അദ്ദേഹം 2 വരി പ്രസംഗം നടത്തിയിട്ട് ഞാൻ ഈ പരിപാടി ബഹിഷ്കരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇറങ്ങി പോകുന്നു. അവിടെ നിന്നാണ് ഈ രണ്ടാമത്തെ പ്രധാന ഫൈറ്റ് തുടങ്ങുന്നത്. ഗവർണർ പറയുന്നു ഇദ്ദേഹം പ്രോട്ടോകോൾ ലംഘിച്ചു എന്ന് പറയുന്നു. വി ശിവൻകുട്ടി പറയുന്നു പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായിട്ടില്ല, ഞാൻ ആ പരിപാടി പങ്കെടുത്തതിന് ശേഷം ഞാൻ ഇറങ്ങിപ്പോയിരുന്നു. അവിടെ ഗവർണറെയോ രാജ്ഭവനെയോ ഒന്നും അധിക്ഷേപിക്കുന്ന രീതിയിലൊരു പെരുമാറ്റവും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും സത്യപ്രതിജ്ഞാ ലംഘനം ഒന്നും അതിനകത്ത് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. മാധ്യമങ്ങളിൽ ഗവർണർ ഔദ്യോഗികമായിട്ടുള്ള ബൈറ്റുകൾക്ക് അപ്പുറത്തേക്ക് കുറിപ്പുകൾ ഇറങ്ങി വരുന്നത് വെച്ചിട്ടാണ് മാധ്യമങ്ങൾ ഇതടിക്കുന്നതെങ്കിലും ഇവിടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നാളെ മുതൽ ഞാൻ ഒരു കാൾ മാർക്സിൻ്റെ ഫോട്ടോ മന്ത്രിമന്ദിരത്തിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിന് നിങ്ങൾ ഏത് രീതിയിലാണ് അതിനോട് പ്രതികരിക്കുക? അത് ശരിയല്ല എന്നുള്ളത് എനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ ഒരു ഫോട്ടോ വെക്കാൻ തയ്യാറാവുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവിടെ വലിയ തോതിൽ ഈ RSS എന്ന് പറയുന്ന സംഘപരിവാർ സംഘടന അവരുടേതായ രീതിയിൽ ഭാരതാംബ ഇന്ത്യയുടെ പ്രതീകമാണ്, അത് RSSന്റെ പ്രതീകമല്ല എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ തുടങ്ങി. അതിന് മനസ്സുകൊണ്ട് ഒരു പിന്തുണ ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു നീക്കത്തെ ചെറുക്കുക എന്നത് ഇടതുപക്ഷത്തിന്റെ നയങ്ങളിൽ ഒന്നാണ്. സംഘപരിവാറുകളെ വളരാൻ അനുവദിക്കാതിരിക്കുക എന്നതാണ് ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട നയം. അതിൽ ഈ ഭാരതാംബ വിവാദം കത്തിപ്പടർന്നു നിൽക്കുന്ന ഘട്ടത്തിലാണ് ഒരു സംഘടന കേരള സർവകലാശാലയുടെ ഒരു ഹാള് അവരുടെ ഒരു പരിപാടിക്കായിട്ട് ബുക്ക് ചെയ്യുന്നത്. ഗവർണറാണ് അതിനകത്ത് വിശിഷ്ടാതിഥി. അപ്പോൾ 60,000 രൂപ കൊടുത്തിട്ട് ഒരു സംഘടനാ പരിപാടി ബുക്ക് ചെയ്യണം. പക്ഷെ ബുക്ക് ചെയ്യുന്ന ഘട്ടത്തിൽ പറയുന്നുണ്ട് മതപരമായ ചടങ്ങുകൾക്കോ രാഷ്ട്രീയപരമായ ചടങ്ങുകൾക്കോ ഒന്നും ഈ ഹാള് വിട്ടു നൽകുകയില്ല എന്നുള്ള കാര്യം. പക്ഷെ അങ്ങനെ ഇത് പരിപാടി തുടങ്ങാൻ ഗവർണർ എത്തുന്നതിന് 2 മിനിറ്റ് മുമ്പേ ആണ് ഇതിനകത്ത് ഈ ഭാരതാംബയുടെ ഫോട്ടോ വെച്ച് അതിലൊരു ഫോട്ടോ, അതിൽ പൂജയും കാര്യങ്ങളും അങ്ങനെയുള്ള പരിപാടികളുണ്ട് എന്ന് പറഞ്ഞിട്ട് രജിസ്ട്രാർ അപ്പോൾ തന്നെ ഈ ഗവർണറുടെ ഓഫീസിൽ രാജ്ഭവനിലേക്ക് മെയിൽ അയക്കുകയാണ് ഈ പരിപാടി റദ്ദ് ചെയ്തതെന്ന് പറഞ്ഞിട്ട്. അത് ഗവർണറെ അപമാനിക്കുന്നതിന് തുല്യമായി എന്ന് പറഞ്ഞിട്ട് ഗവർണർ ഉടൻ തന്നെ ഈ VC അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനമാണ് എടുക്കുന്നത്. അവിടെയാണ് ഈ സർവകലാശാലയും ഗവർണറും തമ്മിലുള്ള പോരാരംഭിക്കുന്നത്. അവിടെ സർവകലാശാലയുടെ രജിസ്ട്രാറിനെ ഗവർണർ സസ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ അനിൽകുമാർ കോടതിയിൽ പോകുന്നു, സസ്പെൻഷൻ റദ്ദ് ചെയ്യണം, ഗവർണർക്ക് സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമില്ല എന്ന് പറഞ്ഞിട്ട് സർക്കാരും അനിൽകുമാറിൻ്റെ ഭാഗത്ത് നിൽക്കുന്നു. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, ഈ രജിസ്ട്രാറെ നിയമിക്കുന്നത് ഗവർണർ അല്ല, VC അല്ല. രജിസ്ട്രാറെ നിയമിക്കുന്നത് ഈ പറഞ്ഞ സിൻഡിക്കേറ്റാണ്. സിൻഡിക്കേറ്റ് ഒരു ബോഡിയാണ്. അതിൽ സർക്കാരിൻ്റെ പ്രതിനിധി, സർക്കാർ നോമിനേറ്റ് ചെയ്യപ്പെടുന്ന കുറച്ച് പ്രതിനിധികൾ ഇടതുപക്ഷത്തിനുണ്ട്, വലതുപക്ഷത്തിനുണ്ട്, NDAയുടെ ഒക്കെ പ്രതിനിധിയുണ്ട്. NDAയുടെ ഒരാളേ ഉള്ളൂ. 17 അംഗങ്ങൾ, ബാക്കിയുള്ള 17 അംഗങ്ങളിൽ ഒരാൾ UDFൻ്റെ വരുന്നുണ്ട്. അങ്ങനെ ഉള്ള ഇത്രയും അംഗങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് സിൻഡിക്കേറ്റ് അവിടുത്തെ. അപ്പോൾ സിൻഡിക്കേറ്റ് പറയുന്നു അടിയന്തരമായിട്ട് യോഗം ചേർന്നിട്ട് ഇത് പ്രമേയം പാസ്സാക്കി ഇദ്ദേഹത്തിനെതിരെ എടുത്തിട്ടുള്ള നടപടികൾ പിൻവലിക്കണം, അല്ലാത്ത പക്ഷം അത് വലിയ പ്രശ്നത്തിലേക്ക് പോകും എന്ന് പറയുന്നു. VCയുടെ ചുമതലയുള്ള സിസ തോമസ് അദ്ദേഹം യോഗം വിളിക്കുന്നു. യോഗം വിളിച്ചിട്ട് അദ്ദേഹം ഈ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യുകയാണ് ഈ നടപടി ശരിയാണ് എന്നുള്ളത്.
നടപടി അതിൽ കൂടുതൽ ചർച്ചകൾക്കോ കാര്യങ്ങൾക്കോ ഒന്നും നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇത് നടപടി എടുത്തത് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് യോഗം പിരിച്ചുവിട്ടു എന്നവർ പറയുന്നു. പക്ഷേ ഈ ബാക്കിയുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങൾ എന്ത് തീരുമാനിക്കുന്നു? അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഇദ്ദേഹത്തിനെതിരെ എടുത്ത നടപടി റദ്ദ് ചെയ്തിട്ട് ഇദ്ദേഹത്തിന് വീണ്ടും ചുമതല കൊടുക്കുന്നു. അന്ന് വൈകുന്നേരം തന്നെ ഇദ്ദേഹം വീണ്ടും രജിസ്ട്രാറായിട്ട് ചുമതല ഏറ്റെടുക്കുന്നു. അതിനിടയിൽ രജിസ്ട്രാറായിട്ട് മിനി കാപ്പനെ സിസ തോമസ് നിയമിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തായി? 2 രജിസ്ട്രാർമാരായി കേരള സർവകലാശാലയിൽ. 2 രജിസ്ട്രാറും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ വരുന്നുണ്ട്. 2 രജിസ്ട്രാറും അവിടെ ഉണ്ട്. പക്ഷേ മിനി കാപ്പൻ ചുമതല ഏറ്റെടുത്തില്ല. കാരണം വലിയ പ്രതിഷേധങ്ങളുള്ള ഒരു സ്ഥാനത്ത് മിനി കാപ്പൻ അറിയാം ഈ സിസ തോമസിന്റെ ഗതിയായിരിക്കും ഇനി അവർ ചുമതല ഏറ്റെടുത്താൽ വരാൻ പോകുന്നത്. സർക്കാർ ഭരിക്കുന്ന സർക്കാരിനെതിരെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യത വെച്ചിട്ട് അവർ ചുമതല ഏറ്റെടുത്തില്ല. പക്ഷേ അനിൽകുമാർ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പോൾ അനിൽകുമാർ ചുമതല ഏറ്റെടുത്തു. സിസ തോമസ് ഗവർണറോടൊപ്പം നിൽക്കുന്നു. അപ്പം സിസ തോമസ് പറയുന്നു അനിൽകുമാറിന്റെ ഈ പറഞ്ഞ നടപടി റദ്ദ് ചെയ്യാൻ സിൻഡിക്കേറ്റിന് അധികാരമില്ല. കാരണം ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്ത് യോഗം പിരിച്ചുവിട്ടതിന് ശേഷം എടുക്കുന്നതിന് നിയമസാധുതയില്ല. യോഗം കഴിഞ്ഞു അവസാനിച്ചു എന്ന് പറഞ്ഞ് ഞാൻ മിനിറ്റ്സിൽ രേഖപ്പെടുത്തി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവരെ കൂടിയിരുന്നിട്ടൊരു തീരുമാനമെടുത്താൽ അതിന് നിയമസാധുതയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ നിലനിൽക്കും. അതിലിനി കൂടുതൽ കാര്യങ്ങൾ ചർച്ചയുടെ ആവശ്യമില്ല എന്ന് പറയുന്നു. ഇന്നലെ സിസ തോമസ് കേരള സർവകലാശാലയിലുണ്ട്. അപ്പോൾ കേരള സർവകലാശാലയിലുള്ള സിസ തോമസിന്റെ റൂമിനകത്തേക്ക് SFI വലിയൊരു മാർച്ച് നടത്തി. കേരള സർവകലാശാലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും സർവകലാശാലയുടെ അകത്ത് ഈ ചേംബറിന് മുന്നിൽ ഏകദേശം 500ഓളം വരുന്ന SFI പ്രവർത്തകർ. പോലീസ് ഉണ്ടായിരുന്നു. പോലീസിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവർ വെറും നോക്കുകുത്തിയില്ല. ആദ്യത്തെ ചെറിയ പ്രതിരോധങ്ങൾ മാത്രമേ പോലീസിന് തീർക്കാൻ പറ്റുള്ളൂ. അവിടെയുള്ള വാതിലും ജനൽ കമ്പികൾ ഉൾപ്പെടെ വളച്ച് പിള്ളേർ അതിനകത്ത് കയറി. 2ാം നിലയിലേക്ക് പിള്ളേർ ചാടിക്കയറി. അങ്ങനെ കയറി SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവർ അറസ്റ്റ് വരിച്ചു. വലിയ സമരം ഏകദേശം ഒരു 2-2.5 മണിക്കൂറോളം സമരം നടന്ന സമയത്ത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ വന്നിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. അവരോട് ചോദിക്കുന്നു എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അവർ പറഞ്ഞു ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. VCയുമായിട്ട് ഞങ്ങൾക്ക് സംസാരിക്കണം. VCയുടെ ചേംബറിനകത്ത് ഞങ്ങൾക്ക് അവരുമായിട്ട് സംസാരിക്കണം. ഇല്ലെങ്കിൽ ചേംബറിന് മുന്നിൽ ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. ഏകദേശം 2-2.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സമരത്തിൽ നിന്ന് കുട്ടികളെ അവർ നീക്കം ചെയ്തു, അറസ്റ്റ് ചെയ്ത് നീക്കി. പക്ഷേ കേരള സർവകലാശാലയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമരത്തിനാണ് ഇന്നലെ സാക്ഷ്യം വഹിച്ചത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം സിൻഡിക്കേറ്റിനെ തന്നെ പിരിച്ചുവിടാനുള്ള ഒരു നീക്കം ഗവർണർ നടത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു നീക്കം ഗവർണറുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ വലിയ നിയമ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഒന്നാമത് കഴിഞ്ഞ ഗവർണർ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഒരുപാട് നിയമ പ്രശ്നങ്ങളുണ്ട്. ബില്ലുകൾ അയക്കുന്നു, ബില്ല് പാസ്സാക്കാതെ പോകുന്നു, അത് രാഷ്ട്രപതിക്ക് അയക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുടെ സമയത്ത് തമിഴ്നാട് ഗവർണറിന്റെ ചില നടപടികളെ ചൂണ്ടിക്കാണിച്ചാണ് കേരള സർക്കാർ എന്ന് പറഞ്ഞിരുന്നത് ഗവർണർക്ക് ബില്ല് ഇവിടെ നിന്ന് ഏത് പാസ്സാക്കി വിടുന്നോ അത് ഒപ്പിടാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ, അത് രാഷ്ട്രപതിക്ക് അയക്കേണ്ടതില്ലാന്ന്. അത് സുപ്രീം കോടതിയുടെ ഒരു പരാമർശം ഉണ്ടായിരുന്നു. ഈ തമിഴ്നാട് ഗവർണറുടെ ചില നടപടികൾ എല്ലാ ബില്ലുകളും സുപ്രീം കോടതി രാഷ്ട്രപതിക്ക് അയക്കുന്നു എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാർ, അതായത് തമിഴ്നാട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി ഇപ്പോൾ ഒരു കേസുണ്ട്. ആ കേസിന്റെ പശ്ചാത്തലത്തിൽ പറയുന്നു എല്ലാ ബില്ലുകളും അങ്ങോട്ട് അയക്കേണ്ടതില്ല. നിയമസഭ പാസ്സാക്കി വിടുന്ന ബില്ലുകൾ ഗവർണർ ഒപ്പിട്ട് നൽകുക, അതാണ് ഗവർണർ ചെയ്യേണ്ടിയിരുന്നത്. അല്ലാത്ത പക്ഷം ഗവർണർ അവിടെ രാഷ്ട്രീയം കളിക്കരുത് എന്ന രീതിയിലുള്ള ഒരു പരാമർശം സുപ്രീം കോടതി. അതിന്റെ ചൂട് പിടിച്ചാണ് ഇവിടുത്തെ സംസ്ഥാനം, അതായത് കേരള സംസ്ഥാന സർക്കാർ പറയുന്നത് ഗവർണർ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കരുത്, പാസ്സാക്കണം. അതേ സംഭവം തന്നെ ഒരുപക്ഷെ ഇപ്പം നിലവിലുള്ള ആർലേക്കറിന്റെ കാലത്തും വരാനുള്ള സാധ്യതയുണ്ട്. സംസ്ഥാന സർക്കാർ ഒരു ബില്ല് പാസ്സാക്കി വിടുന്നു, ആ ബില്ല് ചിലപ്പോൾ ആർലേക്കർ രാഷ്ട്രപതിക്ക് അയക്കുകയോ അല്ലെങ്കിൽ തടഞ്ഞു വെക്കുകയോ കാലതാമസം വരുത്തുകയോ ചെയ്യാം. അപ്പോൾ നയപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കുറേ കാലതാമസം വരും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ VCകളെ മുഴുവൻ സംഘപരിവാർ ചായ്വിലേക്ക് കൊണ്ടുപോകുന്നു, സംഘപരിവാർ വൽക്കരിക്കുന്നു എന്നതാണ് SFI മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. കഴിഞ്ഞ 1-2 പരിപാടികളിലേക്ക്, സംഘപരിവാർ സംഘടനകളുടെ പരിപാടികളിലേക്ക്, സേവാഭാരതി നടത്തിയൊരു പരിപാടിയിലേക്കും 4 VCമാർ പങ്കെടുത്തു എന്നതാണ് SFI ഉന്നയിക്കുന്ന ആരോപണം. അതുകൊണ്ടാണ് ഇന്നലെ കാലിക്കറ്റ് സർവകലാശാലയിലേക്കും കണ്ണൂർ സർവകലാശാലയിലേക്കും വലിയ സമരം നടന്നത്. അത് സംഘപരിവാർ വൽക്കരിക്കുന്നു, അവരതിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ കേരള സർവകലാശാലയിൽ ഈ രജിസ്ട്രാറുടെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള സമരം, അവിടെ സിസ തോമസ് കളിക്കുന്ന രാഷ്ട്രീയ നാടകം എന്ന് പറയുന്നു. അങ്ങനെ വലിയ ഒരു സമരം ഇനി സംഭവിക്കാൻ പോകുന്നത്, മുൻപ് നമ്മൾ കോഴിക്കോട് കാലിക്കറ്റ് സർവകലാശാലയിൽ കണ്ടതാണ്, വലിയ കറുത്ത ബാനറുകളൊക്കെ എഴുതി SFI വലിയ സമരത്തിലേക്ക് പോയത്. അതിനെ നേരിടാൻ വേണ്ടി ഗവർണർ തന്നെ രംഗത്തിറങ്ങുന്നത്. ഒരു പക്ഷേ അങ്ങനെ രംഗത്തിറങ്ങിയില്ല എങ്കിൽ പോലും ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരും മുറുകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി അബദ്ധവശാൽ അല്ലെങ്കിൽ കരുതിക്കൂട്ടി സിൻഡിക്കേറ്റിനെ പിരിച്ചുവിടാനാണ് ഗവർണർ തീരുമാനിക്കുന്നതെങ്കിൽ വലിയ നിയമ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകും.